നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട എമോഷണലി വളരെ ഇഷ്ടമായ ഒരു വാഹനത്തോടാണ്. ഞാൻ ഈ വാഹനം 4 കൊല്ലമായി ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. റിവ്യൂ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ഈ വണ്ടി വാങ്ങുന്ന തീരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഷോറൂമിൽ പോയി കണ്ടോടനെ ഒറ്റ നോട്ടിൽ തന്നെ ഇഷ്ടപ്പെട്ടു, വാങ്ങി. ടെസ്റ്റ് റൈഡ് ഇല്ല, വേറെ ഒരു വണ്ടിയും നോക്കിയില്ല, വേറെ ഏത് ഷോറൂമും ഞാൻ പോയില്ല. ഇതാണ് എൻ്റെ വണ്ടി. ഇത് BMW R90 എന്ന് ഒരു വളരെ പോപ്പുലർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ കഫേ റേസർ വേരിയൻ്റാണ്. മുമ്പിൽ തന്നെ കാണുമ്പോൾ പഴയ 70s ഒരു വലിയ റൗണ്ട് ഹെഡ് ലാമ്പ്സും അതിൻ്റെ ആ ഫെയറിങ്ങൊക്കെ കാണുമ്പോൾ ഒരു 70s ശരിക്കും ഒരു റേസ് വണ്ടിയുടെ ഒരു നോസ്റ്റാൾജിക് ലുക്കുണ്ട്. വണ്ടി തികച്ചും മോഡേണാണ്. 1100cc ഫേമസ് ബോക്സർ എൻജിൻ. ടോട്ടൽ 110 bhp ആണ് വണ്ടിക്ക്. ഫ്രണ്ട് ഡബിൾ ഡിസ്ക് ബ്രേക്കും പിന്നെ റെയർ സിംഗിൾ ഡിസ്ക്കാണ്. ഇതിൻ്റെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സ്റ്റോക്ക് വണ്ടി കോൺഫിഗറേഷനാണ്. ഒന്നും തന്നെ മാറ്റം വരുത്തിച്ചില്ല. സിംഗിൾ സൈഡ് സ്വിംഗ് ആം വിത്ത് മോണോഷോക്ക്. ആൻഡ് ഇതിന് ചെയിൻ ഇല്ല, ഇത് ഷാഫ്റ്റ് ഡ്രിവൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്റ്റേണൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്. വണ്ടിയുടെ വണ്ടിയുടെ ബാറ്ററി ഇവിടെ കാണാൻ പറ്റും. ഇത് പെട്രോൾ ടാങ്കിൻ്റെ കീഴിലാണ്. ബാറ്ററിക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ടാങ്ക് ഊരണം, അത് ഇതിൻ്റെ ഒരു കുറവാണ്. അതല്ലാണ്ട് വണ്ടി സിംഗിൾ സീറ്ററാണ്. പുറകു വശം വെക്കാൻ റെയർ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇതുവരെ ഞാൻ മാറ്റിയില്ല. ഇതിനകത്ത് ചെറിയൊരു ലഗേജ് സ്പേസ് ഉണ്ട്. വണ്ടി ഓട്ടാൻ അതിമനോഹരം എന്ന് പറയാം. വണ്ടിയുടെ സ്വിച്ച് ഗിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ വണ്ടിയുടെ ട്രിപ്പും, അതായത് ഡിസ്റ്റൻസ് കവർ ചെയ്ത് അങ്ങനത്തെ വേറെ ഇൻഫർമേഷൻ, അതായത് വോൾട്ടേജ്, ടെമ്പറേച്ചർ, അതാണ്. എൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ബട്ടണാണ്. ഇതുവരെ ഞാൻ ഓഫ് ചെയ്യാൻ എനിക്ക് ധൈര്യം വന്നില്ല. ഇൻഡിക്കേറ്റർ, ഹോൺ, ഹസാർഡ് ലൈറ്റ് ഉണ്ട്. ഇവിടെ മുന്നേ ഇതിൻ്റെ ഹൈ ബീം, ലോ ബീം ആൻഡ് പാസ് സ്വിച്ചാണിത്. ഇവിടെ ഇഞ്ചിൻ കില്ലുണ്ട്. പിന്നെ ഹീറ്റഡ് ഗ്രിപ്സാണ്. എക്സ്പെഷ്യലി ഡബ്ലിനിൽ നല്ല തണുപ്പിലെ രാജ്യമാണ് കുറേ മാസങ്ങൾ, അപ്പോൾ ഇതിൻ്റെ നല്ല ആവശ്യമുണ്ട്. വണ്ടിയുടെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കീ ആണ്. ഒറിജിനൽ കീ കാണാൻ അത്രയും ഭംഗിയുണ്ട്, അങ്ങനെ ഇതുവരെ അത് ഉപയോഗിച്ചില്ല. ബട്ട് ഈ കീ വിത്ത് എഞ്ചിൻ ഇമ്മൊബിലൈസറാണ്. ഈ കീ കൊണ്ട് മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. നല്ല ക്ലാസിക് ലുക്കിലെ അനലോഗ് ഡയൽസാണ്. ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഓടിച്ച ട്രിപ്പ് ഇൻഫർമേഷനാണ്. പിന്നെ ടോട്ടൽ റൈഡ് ടൈം, ഇന്നത്തെ ഡേറ്റ്, മൈൽസ് പെർ ഗാലൻ, ഇങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ, ആവറേജ് സ്പീഡൊക്കെ കാണുന്നുണ്ട്, വോൾട്ടേജ്. പിന്നെ ട്രിപ്പിൻ്റെ കണ്ടാലിവിടെ ഇത് എൻജിൻ ടെമ്പറേച്ചർ, ക്ലോക്ക്, പുതിയ സെറ്റപ്പ് ആക്കാം. ഇത് മൊത്തം ഈ വണ്ടി ഓടിയത് എത്രയാണ്? 7600. അത്രയും ഞാൻ ഓടിച്ചുള്ളൂ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം. ഇത് സർവീസ് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണ്. വണ്ടി ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. സ്റ്റാൻഡ് തുറന്നാൽ ഗിയർ ഇട്ടാൽ എൻജിൻ കില്ലുണ്ട്, ഓട്ടോമാറ്റിക്. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ക്ലച്ചാണ്. ദിസ് നോ കേബിൾ. സോ എപ്പോഴും ഒരേ ടൈപ്പ് ഫീലാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാം.
പറഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങാറുണ്ട്. കണ്ട വണ്ടി ഓവറോൾ വെയ്റ്റ് ഇസ് 200 kilograms ഡ്രൈ വെയ്റ്റ്, അതായത് അതിൻ്റെ പെട്രോളും ഓയിലൊന്നും കൂട്ടാണ്ട്. 7000 kilometer റെയർ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് മാറ്റിയിട്ടുണ്ട്. വണ്ടി 0 to 60 does it in less than 5 seconds. അമേസിങ് ഫീൽ ആൻഡ് കൺട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. ഈ വണ്ടി വേഗം തന്നെ എൻ്റെ കൈവിട്ട് പോവുകയാണ്. ഞാൻ ഈ വണ്ടി കൊടുക്കുകയാണ്. വേറെ വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഈ ആഴ്ച കിട്ടും. ബട്ട് 4 കൊല്ലം ഈ വണ്ടി ഞാൻ ഉപയോഗിച്ചതിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓസം. എവിടെ നിർത്തിയാലും ആൾക്കാർ വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കുറേ ചോദ്യങ്ങളും. അയർലൻഡിൽ ഈ മോഡൽ വണ്ടി ഇതൊന്നു മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടറിവ്. അത് സത്യം എന്നാണ് തോന്നുന്നത്. ഇതുവരെ ഞാൻ ഈ വണ്ടി വേറെ എവിടെയും കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വണ്ടി കൊടുക്കുന്നതിന് ചെറിയ വിഷമമുണ്ട്. ബട്ട് ഈ വണ്ടി ഓടിച്ച് അതിനനുഭവിക്കാൻ ഇന്നൊരാൾക്കൊരു അവസരം കിട്ടുന്നുണ്ട്. അയാൾ ഇതിനെ നല്ല രീതിയിൽ നോക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. But it is a great bike and I had a lot of very good memories with it. See you guys. If you got any questions, comments will hear them. See ya.